വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, എങ്കിലേ എനിക്കൊരു കോഫി മതി. എന്നിട്ട് പ്രീതിയോട് ചോദിക്കുകയാണ്, നിനക്കെന്താ വേണ്ടതെന്ന്. അന്നേരം എനിക്ക് മാംഗോ ജ്യൂസ് മതിയെന്ന് പറയുകയാണ് പ്രീതി. അന്നേരം മാംഗോ ജ്യൂസ് ഒന്ന് എടുത്തു ചോദിക്കുകയാണ് സുസ്മിത. അന്നേരം പ്രീതി പറയുകയാണ്, അതെ മാംഗോ ജ്യൂസ് എന്താ കിട്ടില്ലേ, അതാണെങ്കിൽ മാത്രം എനിക്ക് മതി. ഓ കിട്ടും, കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് മുകളിലേക്ക് കയറി പോവുകയാണ് സുസ്മിത. അന്നേരം പ്രീതി പറയുകയാണ്, ഇവൾക്കിത് എന്താ പറ്റിയത്? ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഇനി മുകളിലേക്കാണോ കയറി പോകുന്നത്? എന്തെങ്കിലും കള്ളത്തരം കാണുമെന്ന് പറയുകയാണ് രാഘവൻ നായർ. അവൾ നന്നായോ അച്ഛാന്ന് വീണ്ടും പ്രീതി ചോദിക്കുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, പാതിരാത്രി ചിലപ്പോൾ സൂര്യനൊക്കെ ഉദിക്കും, പക്ഷേ സുസ്മിത നന്നാവില്ലെന്നേ. അത് കേട്ടങ്ങനെ ഇരിക്കുകയാണ് പ്രീതി. തുടർന്ന് ശാലിനിയുടെ അടുത്തേക്ക് വന്ന് സുസ്മിത ശാലിനി എന്ന് വിളിക്കുകയാണ്. അന്നേരം ശാലിനി ഒന്ന് രൂക്ഷമായിട്ട് നോക്കുന്നു. അല്ല ശാലിനി മാം, ഒരു കുഴപ്പമുണ്ട്. എന്താടിയെന്ന് ചോദിക്കുകയാണ് ശാലിനി. സുസ്മിത പറയുകയാണ്, അത് അച്ഛന് കോഫിയും പ്രീതിക്ക് മാംഗോ ജ്യൂസും വേണമെന്നാണ് പറഞ്ഞത്, പക്ഷെ മാമ്പഴം ഇരിപ്പില്ല. അന്നേരം ദേഷ്യത്തോടെ തന്നെ ശാലിനി പറയുകയാണ്, അതൊന്നും എനിക്കറിയണ്ട. പ്രീതി ചോദിച്ചത് എന്താണോ അത് കൊടുത്തിരിക്കണം. അതിനിപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് സുസ്മിത ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, മാമ്പഴം വാങ്ങിക്കൊണ്ട് വന്നിട്ട് ജ്യൂസ് അടിച്ചു കൊടുക്കണം. ചെയ്യാം എന്ന് പറഞ്ഞ് സുസ്മിത പോകാൻ തുടങ്ങുമ്പോൾ ശാലിനി പറയുകയാണ്, ഒന്ന് നിന്നെ, പുറത്തുനിന്ന് ജ്യൂസ് വാങ്ങിക്കൊണ്ടുവരാൻ നിൽക്കണ്ട. മാമ്പഴം വാങ്ങിക്കൊണ്ടുവന്ന് നിന്റെ കൈകൊണ്ട് തന്നെ നീ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കണം. 15 മിനിറ്റ് അത്രയേ ഉള്ളൂ നിനക്കുള്ള സമയം. ഒന്ന് മടിച്ച് സുസ്മിത നിൽക്കുമ്പോൾ ശാലിനി പറയുകയാണ്, 16 മിനിറ്റ് ആയാൽ നിനക്കറിയാമല്ലോ. അറിയാം എന്ന് പറഞ്ഞിട്ട് കട്ടിലിൽ കിടക്കുന്ന ശാലിനിയുടെ ഫോണിലേക്ക് നോക്കുകയാണ് സുസ്മിത. അന്നേരം ഫോൺ പെട്ടെന്ന് ശാലിനി എടുത്തിട്ട് പറയുകയാണ്, വേഗം ചെല്ല്, പെട്ടെന്നാകട്ടെ, വിട്ടോ. അന്നേരം റൂമിൽ നിന്നും പോവുകയാണ് സുസ്മിത. വാതിൽക്കൽ എത്തുമ്പോഴേക്കും വീണ്ടും സുസ്മിത തിരിഞ്ഞു നിൽക്കുകയാണ്. എന്താന്ന് ചോദിക്കുകയാണ് ശാലിനി. ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സുസ്മിത അവിടെ നിന്നും പോകുന്നു. തുടർന്ന് താഴേക്കിറങ്ങിയ സുസ്മിത രാഘവൻ നായരോട് പറയുകയാണ്, മാംഗോ ജ്യൂസ് ഇപ്പം കൊണ്ടുവരാം കേട്ടോ, അത് കഴിഞ്ഞ് കോഫി ഇട്ട് തരാം. ഇതെന്താ ഇവൾക്ക് എന്ന മട്ടിൽ രാഘവൻ നായരും പ്രീതിയും പരസ്പരം അങ്ങനെ നോക്കുകയാണ്. തുടർന്ന് സുസ്മിത മാമ്പഴം വാങ്ങാനായിട്ട് പോകാൻ കാറിൽ കയറാൻ തുടങ്ങുമ്പോൾ ശാലിനി മുകളിൽ നിന്നും വിളിച്ചു പറയുകയാണ്, സുസ്മിതേ, അത് വാങ്ങാനായിട്ട് ഇവിടത്തെ കാർ എടുക്കാൻ പറ്റില്ല. നിന്റെ ആവശ്യങ്ങൾക്കായിട്ട് നിന്റെ വീട്ടിൽ നിന്നും കാർ എടുത്ത് കൊണ്ടുവന്ന് പെട്രോൾ അടിച്ച് പോയാൽ മതി. ഇനി 14 മിനിറ്റ് എന്ന് ഫോൺ നോക്കി ശാലിനി വിളിച്ചു പറയുമ്പോൾ പെട്ടെന്ന് നടന്നു പോവുകയാണ് സുസ്മിത. ഇത് കണ്ട് മുകളിൽ നിന്ന് ശാലിനി കരുതുകയാണ്, എന്നെയും എൻ്റെ വീട്ടുകാരെയും കുറച്ചൊന്നുമല്ല നീ ഓടിച്ചത്, ഇപ്പോൾ നീ ഓട് സുസ്മിതേ. ഇതൊക്കെ കാണുന്നതും എനിക്കൊരു രസമാണ് എന്നൊക്കെ ചിന്തിച്ച് അവിടെ തന്നെ ഇരിക്കുകയാണ് ശാലിനി. തുടർന്ന് കാണിക്കുന്നത് റൂമിൽ ഫോണൊക്കെ നോക്കിയിരിക്കുകയാണ് വിജയലക്ഷ്മി. അന്നേരം ബക്കറ്റും വെള്ളവുമായി വരികയാണ് ശാരിക. വിജയലക്ഷ്മി ചോദിക്കുകയാണ്, തമ്പുരാട്ടിക്ക് എഴുന്നള്ളാൻ ഇപ്പോഴാണോ സമയം കിട്ടിയത്? തറ കണ്ണാടി പോലെ തിളങ്ങണം. ശാരിക തറ തുടയ്ക്കുമ്പോൾ ദേഷ്യപ്പെടുകയാണ് വിജയലക്ഷ്മി. ഇട്ടാവട്ടത്ത് നിന്ന് തുടയ്ക്കാതെ അങ്ങോട്ട് അനങ്ങി തുടക്കടി എന്നൊക്കെ ദേഷ്യപ്പെടുകയാണ് വിജയലക്ഷ്മി. തുടർന്ന് വിജയലക്ഷ്മി പറയുകയാണ്, സമയമായത് കണ്ടില്ലേ, പോയി ഗുളിക എടുത്തുകൊണ്ട് വാടി. അന്നേരം ഗുളിക എടുക്കാനായി ശാരിക എഴുന്നേൽക്കുമ്പോൾ വീണ്ടും ദേഷ്യപ്പെട്ട് വിജയലക്ഷ്മി പറയുകയാണ്, പോയി കൈ കഴുകിയിട്ട് വാടി. ആകെ വെപ്രാളപ്പെട്ട് ശാരിക പോയി കൈ കഴുകിയിട്ട് പെട്ടെന്ന് ഗുളികയും വെള്ളവുമൊക്കെ എടുത്തുകൊണ്ടുവന്ന് വിജയലക്ഷ്മിക്ക് കൊടുക്കുകയാണ്. അന്നേരം ശാരികയുടെ താലി പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ വെപ്രാളത്തിനിടയിൽ ശാരിക അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഗുളികയും വെള്ളവും വാങ്ങിയ ശേഷം പെട്ടെന്ന് വിജയലക്ഷ്മി ശാരികയെ നോക്കുമ്പോൾ താലി കിടക്കുന്നത് കാണുകയാണ്. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ വിജയലക്ഷ്മി താലി പിടിച്ചിട്ട് ചോദിക്കുകയാണ്, പറയടി, ആര് കെട്ടിയതാണ് നിന്റെ കഴുത്തിൽ ഈ താലി? പറയടി പൂതനെ, നിന്നെക്കൊണ്ട് ഞാൻ പറയിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ശാരികയുടെ കഴുത്ത് പിടിച്ച് ഞെക്കുകയാണ് വിജയലക്ഷ്മി. ആകെ ബഹളമൊക്കെ കേട്ട് രാജീവ് അവിടേക്ക് വന്ന്, എന്തോ അമ്മേ, വിടവളെ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം രാജീവിനെ തട്ടി കട്ടിലേക്ക് ഇടുകയാണ് വിജയലക്ഷ്മി. വിജയലക്ഷ്മിയുടെ ആ കഴുത്തിനുള്ള പിടുത്തത്തിൽ ശ്വാസം മുട്ടുകയാണ് ശാരികയ്ക്ക്. പെട്ടെന്ന് രാജീവ് വന്ന് അമ്മയെന്നൊക്കെ പറഞ്ഞ് പിടിച്ചു മാറ്റാൻ വീണ്ടും ശ്രമിക്കുകയാണ്. വിജയലക്ഷ്മിയെ തള്ളി മാറ്റിയിട്ട് ഉച്ചത്തിൽ രാജീവ് പറയുകയാണ്, ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണിൻ്റെ ദേഹത്താണ് അമ്മ കൈവയ്ക്കുന്നത്. ഇനി എനിക്കിത് നോക്കി നിൽക്കാൻ ആകില്ല. അന്നേരം അമ്മാവനും അവിടേക്ക് വരികയാണ്. വിജയലക്ഷ്മി പറയുകയാണ്, എനിക്കറിയാമായിരുന്നടാ, നിന്റെ നാവിൽ നിന്നും ഇത് വീണ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്തത്. രണ്ടും കൂടി ഞങ്ങളെ ചതിക്കുകയായിരുന്നു അല്ലേ? അന്നേരം വിജയലക്ഷ്മി എന്ന് അമ്മാവൻ വിളിക്കുമ്പോൾ വിജയലക്ഷ്മി പറയുകയാണ്, കൃഷ്ണൻകുട്ടി ചേട്ടൻ കണ്ടില്ലേ രണ്ടും കൂടി ചെയ്തു വച്ചിരിക്കുന്നത്. വാടി ഇങ്ങോട്ടെന്നും പറഞ്ഞ് ശാരിയെ പിടിച്ചു നിർത്തിയിട്ട് വിജയലക്ഷ്മി പറയുകയാണ്, ഞങ്ങൾ അറിയാതെ കെട്ടിയിരിക്കുന്ന താലി കണ്ടോ? അന്നേരം അമ്മാവൻ പറയുകയാണ്, ഞാനെല്ലാം കേട്ടു. ഇതിന് തീർപ്പുണ്ടാക്കേണ്ടത് ഇവിടെ അല്ല വിജയെന്ന് പറയുകയാണ് അമ്മാവൻ.
തുടർന്ന് കാണിക്കുന്നത് തറ തുടയ്ക്കുന്ന സുസ്മിതയാണ്. വേണം വേണ്ട എന്നുള്ള മട്ടിലങ്ങനെ നിന്ന് തുടയ്ക്കുകയാണ് സുസ്മിത. അന്നേരം അവിടേക്ക് വന്ന് ശാലിനി ചുറ്റുമൊക്കെ നോക്കിയിട്ട് പറയുകയാണ്, നിനക്കിതിലൊന്നും ഒരു ആത്മാർത്ഥതയും ഇല്ലല്ലോ സുസ്മിതേ. അയ്യോ എന്നാര് പറഞ്ഞോന്നോ സുസ്മിത ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, കണ്ടില്ലേ എത്ര തുടച്ചാലും അഴുക്കിങ്ങനെ ബാക്കി കിടക്കും. നിന്റെ മനസ്സ് പോലെ തന്നെയെന്നും പറയുമ്പോൾ പുറത്തുനിന്നും പട്ടി കുരയ്ക്കുകയാണ്. അന്നേരം ശാലിനി പറയുകയാണ്, ദേ നിന്റെ സഹോദരി വിളിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ നമ്മുടെ അൽസേഷ്യൻ നായ. അവന് തീറ്റ കൊടുത്തില്ല, നീ കഴിച്ചോ സുസ്മിതയെന്ന് ചോദിക്കുകയാണ് ശാലിനി. അന്നേരം ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് സുസ്മിത. വീണ്ടും ദേഷ്യപ്പെട്ട് ശാലിനി ചോദിക്കുകയാണ്, എന്താടി നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ദേ മറക്കണ്ടെന്ന് പറയുമ്പോൾ സുസ്മിത പറയുകയാണ്, ഞാൻ കഴിച്ചതാണ്. അന്ധഭയം ഇരിക്കണം, ചോദിച്ചാൽ മറുപടി പറയണം എന്ന് പറയുകയാണ് ശാലിനി. ശരിയെന്ന് സുസ്മിത പറയുമ്പോൾ ശാലിനി പറയുകയാണ്, ശരിയല്ല, ശരി ശാലിനി മാം. ശരി മാം എന്ന് സുസ്മിത പറയുമ്പോൾ ശാലിനി ചോദിക്കുകയാണ്, അല്ല എവിടെ ടോണിയുടെ ഭക്ഷണം? ദാന്നും പറഞ്ഞ് സുസ്മിത ചൂണ്ടിക്കാട്ടുമ്പോൾ പെട്ടെന്ന് ശാലിനി ഫോൺ അവിടെ വെച്ചിട്ട് ടോണിക്കുള്ള ഭക്ഷണവുമായി പുറത്തേക്ക് പോകുന്നു. വീണ്ടും തറ തുടയ്ക്കാൻ പോകുന്ന സുസ്മിത പെട്ടെന്ന് ഫോൺ കാണുകയാണ്. ഫോൺ എടുത്തിട്ട് സുസ്മിത കരുതുകയാണ്, ഇതല്ലേടി നിന്റെ ഫോൺ, ഇതിലല്ലേ നീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങുന്ന ആ വീഡിയോ ഉള്ളത്. ഫോൺ തറയിലേക്ക് എറിഞ്ഞ ശേഷം കാലുകൊണ്ട് അമർത്തി ചവിട്ടുകയാണ് ഫോൺ സുസ്മിത. തുടർന്ന് ഫോൺ എടുത്തിട്ട് സുസ്മിത പറയുകയാണ്, ഇനി നീ എന്നെ എന്തുകൊണ്ട് ബ്ലാക്ക്മെയിൽ ചെയ്യുമെന്ന് എനിക്ക് കാണണം. അതിനുശേഷം ഫോണിൽ നിന്നും മെമ്മറി കാർഡ് ഊരിയെടുത്തിട്ട് നിന്നെ ഒരു മെമ്മറി കാർഡ് എന്ന് പറഞ്ഞ് മെമ്മറി കാർഡ് ഒടിച്ചു കളയുകയാണ് സുസ്മിത. എടി ശാലിനി, നീ എന്നെ കുറേ കഷ്ടപ്പെടുത്തി, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോ നീ എന്നും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് സുസ്മിത. അതേസമയം രാഘവൻ നായർ ഫാമയോട് ചോദിക്കുകയാണ്, അല്ല ഫാമേ, ഈ സുസ്മിതയ്ക്ക് എന്തെങ്കിലും മെൻ്റൽ പ്രോബ്ലം ഉണ്ടോ? അതെന്താ രാഘവേട്ട അങ്ങനെ ചോദിക്കാനെന്ന് ഫാമ ചോദിക്കുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, അല്ല ഈയിടെയായിട്ട് അവളുടെ പെരുമാറ്റം അങ്ങനെയാണ്, ഓരോ മിനിറ്റ് ഇടവിട്ട് എന്തെങ്കിലും വേണോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ രാഘവേട്ട നിങ്ങളുടെയൊക്കെ കുഴപ്പം, അവളുടെ നല്ല മനസ്സ് കാണാൻ നിങ്ങൾക്കൊന്നും പറ്റുന്നില്ല. നിങ്ങൾക്കെല്ലാത്തിനും ആ ശാലിനിയെ പറ്റൂ. അന്നേരം അവിടേക്ക് വരികയാണ് സുസ്മിത. മോൾ ഇരിക്കുമെന്ന് പറയുകയാണ് ഫാമ. തുടർന്ന് താഴേക്ക് വരികയാണ് പ്രീതിയും. അതേസമയം ഫാമയുടെ വീട്ടിലേക്ക് ശാരികയും കൂട്ടി വരികയാണ് വിജയലക്ഷ്മി. കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ രാജീവ് ചോദിക്കുകയാണ്, അമ്മേ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? ദേഷ്യപ്പെട്ട് വിജയലക്ഷ്മി പറയുകയാണ്, നീ മിണ്ടരുത്, ഇതെല്ലാം ഉണ്ടാക്കി വച്ചിട്ട്. കാറിൽ നിന്നും ശാരികയെ പിടിച്ചിറക്കിയിട്ട് വിജയലക്ഷ്മി പറയുകയാണ്, ചേട്ടാ അവളുടെ മോന്ത കണ്ടില്ലേ, നമ്മളെന്തോ ചെയ്ത സ്ഥിതിയെന്നാണ് അവൾക്കിരിക്കുന്നത്. ശാരികയെ പിടിച്ചുകൊണ്ട് വിജയലക്ഷ്മി പോകുമ്പോൾ, അമ്മേ ഞാൻ പറയുന്നതെന്നൊക്കെ രാജീവ് പറയുകയാണ്. അമ്മാവാന്ന് വീണ്ടും രാജീവ് വിളിക്കുമ്പോൾ പോടാന്ന് പറഞ്ഞ് പിറകെ പോവുകയാണ് അമ്മാവനും. തുടർന്ന് ശാരികയും പിടിച്ചു വലിച്ചുകൊണ്ട് വിജയലക്ഷ്മി അകത്തേക്ക് വരുമ്പോൾ എല്ലാവരും നോക്കുകയാണ് എന്താ സംഭവമെന്ന്. അന്നേരം സുസ്മിത കരുതുകയാണ്, ഇതെന്തോ വമ്പൻ ട്വിസ്റ്റാണല്ലോ, നോക്കാം എന്താ സംഭവമെന്ന്. അന്നേരം വിജയലക്ഷ്മി ശാരികയെ വാടി ഇങ്ങോട്ടെന്നും പറഞ്ഞ് സത്യഭാമയുടെ കാൽക്കലേക്ക് തള്ളിയിടുകയാണ്. എന്താ ഇത് വിജയലക്ഷ്മി എന്നും പറഞ്ഞ് ചാടി എഴുന്നേൽക്കുകയാണ് സത്യഭാമ. അന്നേരം വിജയലക്ഷ്മി ചോദിക്കുകയാണ്, സത്യാമ്മേ, നാടിന് മുഴുവൻ നീതിയും ന്യായമൊക്കെ നടത്തിക്കൊടുക്കുന്ന ആളല്ലേ നിങ്ങൾ? എനിക്കുണ്ടായ മാനഹാനിക്കും ധനനഷ്ടത്തിനും പരിഹാരം തേടിയാണ് ഞാനിവിടേക്ക് വന്നിരിക്കുന്നത്. അന്നേരം ഭാമ ചോദിക്കുകയാണ്, ശാരദയുടെ മകളല്ലേ ഇവളെന്തിനാണ് എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്? കാരണമുണ്ട്, നിങ്ങളുടെ മരുമകളെ വിളിക്കെന്ന് വിജയലക്ഷ്മി പറയുമ്പോൾ പ്രീതിയോട് ഭാമ ചോദിക്കുകയാണ്, അവൾ എവിടെ ശാലിനി? അന്നേരം ആ ബഹളമൊക്കെ കേട്ട് അവിടേക്ക് വരികയാണ് ശാലിനി. ശാലിനിയെ കണ്ട് സുസ്മിത കരുതുകയാണ്, ആഹാ വന്നല്ലോ. കരയുന്ന ശാരിയെ പിടിച്ചിട്ട് ശാലിനി ചോദിക്കുകയാണ്, ശാരി ചേച്ചി എന്താ പറ്റിയത്? അന്നേരം വിജയലക്ഷ്മി പറയുകയാണ്, എന്താ പറ്റിയതെന്ന് നിനക്കറിയില്ല അല്ലേടി? എന്താ വിജയ ആൻറ്റി, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അന്നേരം വിജയലക്ഷ്മി പറയുകയാണ്, കള്ളക്കല്യാണം നടത്തി എന്നെ അങ്ങ് പറ്റിക്കാമെന്ന് നീ കരുതിയോ? കള്ളക്കല്യാണമോ എന്ന് ശാലിനി ചോദിച്ചിട്ട് രാജീവിനെ നോക്കുകയാണ്. ഒന്നും പറയാനാകാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് രാജീവ്. പെട്ടെന്ന് വിജയലക്ഷ്മി ശാലിനിയെ തള്ളി മാറ്റിയിട്ട് സത്യഭാമയുടെ മുമ്പിലേക്ക് വരികയാണ്. സത്യാമ്മ ഇതൊന്ന് കേൾക്കണം, ഈ പെണ്ണും എൻ്റെ മകനുമായുള്ള കല്യാണം മുടങ്ങിയതിന് സാക്ഷിയാണല്ലോ നിങ്ങൾ. 30 പവൻ സ്വർണം തരാമെന്നും പറഞ്ഞ് ഇവളുടെ വീട്ടുകാർ എന്നെ കബളിപ്പിച്ചു. പൊന്നെൻ്റെ കയ്യിൽ നിന്നും കഴുത്തിൽ നിന്നുമൊക്കെ ഊരിക്കൊണ്ടുപോയി എന്നെ അവിടെ വെച്ച് നാണം കെടുത്തി. ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അന്നേരം ഇവളെ കൊണ്ട് എൻ്റെ മോനെ കല്യാണം കഴിപ്പിച്ചിരിക്കുന്നു, അതും ഞാൻ അറിയാതെ. അത് കേട്ട് സുസ്മിത പറയുകയാണ്, അടിപൊളി, അതിൽ വിജയാൻറ്റി അതിശയിക്കേണ്ട കാര്യമൊന്നും ഇല്ല, ആ കുടുംബത്തിൻ്റെ പാരമ്പര്യമാണ് അത്.
തുടർന്ന് വിജയലക്ഷ്മി വീണ്ടും ഭാമയോട് പറയുകയാണ്, ഇളയവള് ശാലിനിയുടെ കല്യാണമല്ലേ ആദ്യം നടന്നത്, അതും നിശ്ചയിച്ചുറപ്പിച്ചവനുമായി അത് നടന്നോ? അമ്പലത്തിൽ തൊഴാൻ വന്നവനെ പിടിച്ചങ്ങ് കെട്ടി. കുടുംബശ്രീ ശാരദയുടെ മക്കളാണെങ്കിൽ കല്യാണത്തിന് ക്ഷണിച്ചു വരുത്തിയിട്ട് ആരുടെ പോക്കറ്റിനാണ് കനം കൂടുതലെന്ന് നോക്കും. പിന്നെ അയാളുടെ തോളിലോട്ടങ്ങ് വീഴും. സദാചാരവും ന്യായവുമൊക്കെ പറയുമ്പോഴാണെങ്കിലോ അവർക്കപ്പുറം ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയാണ് വിജയലക്ഷ്മി. അന്നേരം ശാലിനി ചോദിക്കുകയാണ്, ശാരികേച്ചിയും രാജീവ് സാറും തമ്മിലുള്ള കല്യാണം നടന്നത് വിജയ ആൻറ്റി അറിഞ്ഞില്ലേ? അന്നേരം ദേഷ്യപ്പെട്ട് വിജയലക്ഷ്മി പറയുകയാണ്, ഇല്ലടി, അറിഞ്ഞെന്ന് നിന്നോട് ആര് പറഞ്ഞു? വിജയ ആൻറ്റിയെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാണല്ലോ രാജീവ് സാറ് ശാരികേച്ചിയെ കൂട്ടിക്കൊണ്ടുപോയത്. അല്ലേ സാറെന്ന് ശാലിനി രാജീവിനെ നോക്കി ചോദിക്കുമ്പോൾ തലകുനിച്ച് നിൽക്കുകയാണ് രാജീവ്. അന്നേരം ശാലിനിയെ പിടിച്ച് വിജയലക്ഷ്മി ചോദിക്കുകയാണ്, ദേ രാജീവ് എന്നെ എന്തു പറഞ്ഞ് മനസ്സിലാക്കിയെന്നാടി നീ പറയുന്നത്? എൻ്റെ മകൻ്റെ കെട്ടിലമ്മയായിട്ടല്ല, വയ്യാതെ കിടക്കുന്ന എന്നെ നോക്കാനുള്ള ഹോം നേഴ്സായിട്ടാണ് നിൻ്റെ ചേച്ചി ശാരികയെ അങ്ങോട്ടത്തേക്ക് കെട്ടിയെടുത്തത്. അത് കേട്ട് ഞെട്ടി ശാരികയെ ഒന്ന് നോക്കിയ ശേഷം സങ്കടം ഉള്ളിലമർത്തി ശരിയാണോ സാറെന്ന് രാജീവിനോട് ചോദിക്കുകയാണ് ശാലിനി. അതേസമയം അവിടേക്ക് ഓട്ടോയിൽ വരികയാണ് ശാരദാമ്മ. വീണ്ടും വിജയലക്ഷ്മി ചോദിക്കുകയാണ്, എന്തിനാടി ഈ നാടകമൊക്കെ? ഇതൊക്കെ നിൻ്റെ അമ്മയ്ക്കും അറിയാവുന്നതല്ലേ? അവരവിടെ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് എല്ലാ കാര്യങ്ങളും കണ്ടു ബോധ്യപ്പെട്ടതല്ലേ? ഭൂലോക കള്ളിന്ന് ശാലിനിയെ വിളിക്കുകയാണ് വിജയലക്ഷ്മി. അന്നേരം ശാരദാമ്മ വാതിൽക്കലേക്ക് വരുന്നത് കണ്ട് സുസ്മിത പറയുകയാണ്, ദേ ആള് ഹാജര് വന്നിട്ടുണ്ട്, സംശയമുള്ളവർക്കൊക്കെ നേരിട്ടങ്ങ് ചോദിക്കാം. അന്നേരം ആകെ സങ്കടത്തോടെ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ശാരദാമ്മയുടെ അടുത്ത് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരയുകയാണ് ശാരിക. അവളുടെ അമ്മ എന്നൊക്കെ അന്നേരം വിജയലക്ഷ്മി പിറുപിറുക്കുന്നുണ്ട്. അന്നേരം എന്താന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ എല്ലാവരെയും നോക്കുകയാണ് ശാരിക. ശാരികയെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ശാരദാമ്മ. വിജയലക്ഷ്മി എന്ന് ശാരദാമ്മ വിളിക്കുമ്പോൾ വിജയലക്ഷ്മി പറയുകയാണ്, മതി ശാരദാമ്മേ, നിങ്ങളുടെ ഈ നാടകം. എൻ്റെ വീട്ടിലെ ഹോം നേഴ്സായിട്ടാണ് ശാരികയെ കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്കറിയാമായിരുന്നില്ലേ? അറിയായിരുന്നു എന്ന് ശാരദാമ്മ പറയുമ്പോൾ ആകെ ഞെട്ടുകയാണ് ശാലിനി. ഇവരുടെ കല്യാണം നടന്ന കാര്യം വന്നപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരുന്നോ? അതിനും അറിയാമായിരുന്നു എന്ന് മറുപടി പറയുകയാണ് ശാരദാമ്മ. തുടർന്ന് വിജയലക്ഷ്മി പറയുകയാണ്, ഇനി ഞാനൊന്നും പറയണ്ടല്ലോ, ഇതിൻ്റെ എല്ലാം ആണിക്കല്ല് ശാലിനിയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഇവളെയും കൂട്ടി ഇവിടേക്ക് വന്നത്. ശാരദയെ കൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എനിക്ക് സത്യം പറയിപ്പിക്കണമായിരുന്നു. അന്നേരം സുസ്മിത പറയുകയാണ്, ഇനി ആൻറ്റി കൂടുതലൊന്നും പറയണമെന്നില്ല, ഭൂലോക തട്ടിപ്പുകാരാണ് ഇവര്. നിങ്ങളും ഞാനുമൊക്കെ ഒരേ രീതിയിൽ തട്ടിപ്പിന് ഇരയായവർ മാത്രമാണ്. വിഷ്ണുവേട്ടൻ താലി കെട്ടാൻ വേണ്ടി ഒരു കല്യാണ മണ്ഡപത്തിൽ കാത്തിരുന്നവളാണ് ഈ ഞാൻ. അന്ന് പക്ഷെ ഒരു ഉളുപ്പുമില്ലാതെ കല്യാണമാല കഴുത്തിലിട്ട് വിഷ്ണുവേട്ടനൊപ്പം ഇവൾ എൻ്റെ മുന്നിൽ വന്ന് നിന്നു. ഒപ്പമുണ്ടായിരുന്നു ഈ അമ്മയും മക്കളും എല്ലാം. മോശം വരുമോ അവരിൽ ആരെങ്കിലും എന്ന് സുസ്മിത ചോദിക്കുമ്പോൾ ആകെ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് ശാരദാമ്മയും ശാരികയുമൊക്കെ. വീണ്ടും സുസ്മിത പറയുകയാണ്, ഇനി ഒന്നുകൂടി വളർന്നു വരുന്നുണ്ട്. ഈ നാട്ടിലെ കാശുള്ള ചെറുപ്പക്കാരൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അത് കേട്ട് ദേഷ്യപ്പെട്ട് രാഘവൻ നായർ പറയുകയാണ്, സുസ്മിതെ, പറയുന്നത് എന്താണെന്നുള്ള ബോധ്യത്തോടു കൂടി വേണം സംസാരിക്കാൻ. ഇത്രയുമാകുമ്പോഴേക്കും നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്